അപ്പൊ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഹിസ്റ്ററിയിലെ സുപ്രീം കോടതിയെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഹൈക്കോടതികളും ഹൈക്കോടതികളുടെ പ്രത്യേകതകളും പിന്നെ ജില്ലാ കോടതികളും കീഴ്ക്കോടതികളും ഒക്കെയാണ് പറയുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. അതിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, സാർ ഇത് എത്രാമത്തെ ചാപ്റ്റർ എന്നാ പറഞ്ഞു? ചാപ്റ്റർ 12, ചാപ്റ്റർ. അതിന്റെ മുൻപുള്ള ഇനി 13, 14, 15, 13, 14 ആവശ്യമില്ലാത്ത ചാപ്റ്ററുകളാണ്. നമുക്ക് എക്സാമിനില്ല. എക്സാമിനുള്ള ചാപ്റ്ററുകൾ മാത്രമാണ് എടുത്തു പോകുന്നത്. ഇത് ചാപ്റ്റർ നമ്പർ 12 ആണ് കേട്ടോ. പതിനൊന്നും 12 ഇപ്പോ ചാപ്റ്റർ PDF ഇതിലില്ലേ? റെക്കോർഡ് വിട്ടിക്കല്ലോ. റെക്കോർഡ് ഉണ്ടല്ലോ. 11ഉം 12ഉം ഉണ്ട്, 13ഉം 14ഉം ഒക്കെ ഉണ്ടല്ലോ. റെക്കോർഡ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-2 കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇന്ന് എടുക്കുന്നത്. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഇന്ന് പറഞ്ഞു തരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഓൾറെഡി ആപ്പിൽ ഈ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നേരത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൽ ചെറിയ ആഡുകൾ ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇന്ന് എടുക്കുന്നത് കേട്ടോ. അതിൽ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഓൾറെഡി ആപ്പിൽ ഈ ക്ലാസ്സുകളെല്ലാം ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലേ? 12ഉം 13ഉം ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. 11ഉം 12ഉം ഉണ്ട്, പിന്നെ 13ഉം 14ഉം, അങ്ങനെ 4 ചാപ്റ്റർ ഉണ്ട് ഇട്ടിട്ടുണ്ട്. 13, 14 നമുക്ക് ആവശ്യമില്ല. അത് TMA ചാപ്റ്ററുകളാണ്. അപ്പൊ ഈ 12ഉം അതുപോലെ തന്നെ അതിന് തുടർച്ചയായിട്ടാണ് 15ാമത്തെ ചാപ്റ്റർ വരുന്നത്, ഹൈക്കോടതിയെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ. അപ്പോൾ ഈ സുപ്രീം കോടതി എടുക്കുന്നതിന് കൂടെ തന്നെ ഒപ്പം തന്നെ എന്തെടുത്തു പോകണം? ഈ ഹൈക്കോടതിയെ കുറിച്ചിട്ടുള്ള 15ാമത്തെ ചാപ്റ്റർ കൊണ്ട് എടുത്തു പോകണം. അതിനു വേണ്ടിയാണ് ഇത് ഒരേ സമയം തന്നെ വീണ്ടും എടുക്കുന്നത്. നേരത്തെ നിങ്ങൾക്ക് 12ഉം 13ഉം ആയിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. 12 എന്നുള്ള ചാപ്റ്ററും പിന്നെ അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്റ്റേറ്റിന്റെ ഭരണത്തെ കുറിച്ചിട്ടുള്ള ചാപ്റ്റർ 13 അതായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ഈ 12നോട് തുടർച്ചയായി 11ഉം 12ഉം ഒരു വീഡിയോയില് 11ഉം 12ഉം, പിന്നെ ഒരു വീഡിയോയില് 13ഉം 14ഉം, അങ്ങനെയാണ്. ഓക്കെ. 11ഉം 12ഉം കൂടി ഒരു വീഡിയോയിലാണ് വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ. 11 നമ്മുടെ എന്താ പറയാ, പാർലമെന്റ് സിസ്റ്റത്തെ കുറിച്ചുള്ള ചാപ്റ്റർ ആണ് വന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ. എനിവേ, ഇനി 12നോട് കണക്ട് ചെയ്യാവുന്ന ഒരു ചാപ്റ്റർ ആണ് 15. അതിനുവേണ്ടിയാണ് ഈ ചാപ്റ്റർ വീണ്ടും എടുക്കുന്നത്. അപ്പൊ നോക്കാം. നമുക്ക് ഇതിൽ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് സൂചിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ഒറ്റവാക്കിയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ. എനിവേ നോക്കാം. സുപ്രീം കോർട്ട് നിങ്ങൾ ഓൾറെഡി ആ ക്ലാസ് അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും. അപ്പോൾ കാണാത്തവരാണെങ്കിലും കുഴപ്പമില്ല, കണ്ടവരാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ. നമുക്ക് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ കടന്നു പോകാം. പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു രാജ്യത്ത്, ഒരു ഫെഡറൽ സിസ്റ്റമുള്ള ഏത് രാജ്യത്തും കോടതി സംവിധാനമുണ്ട്. ഇന്ത്യന്റെ ഭരണഘടനയിൽ പ്രത്യേകിച്ച് ഫെഡറൽ സിസ്റ്റമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സുപ്രീം കോടതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഭരണഘടനയിൽ തന്നെ പ്രത്യേകം പരാമർശിക്കുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോർട്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റമുള്ള ഏത് രാജ്യമായിക്കോട്ടെ ആ രാജ്യത്തിലെ പരമോന്നത നീതിന്യായ സംവിധാനമാണ് സുപ്രീം കോർട്ട്. അപ്പോ ഏതാണ് സുപ്രീം എന്ന് പറയുന്ന സമയത്ത്, ഒരു രാഷ്ട്രത്തിന്റെ ജുഡീഷ്യലിലെ ടോപ്പ് അല്ലെങ്കിൽ ഫൈനൽ വേർഡ് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് സുപ്രീം കോർട്ടാണ്. ജുഡീഷ്യലി സംവിധാനത്തിലെ ഫൈനൽ വേർഡ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് എന്നൊക്കെ പറയുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഡൽഹിയിലാണ് അതിന്റെ സ്ഥിരമായ ആസ്ഥാനം വരുന്നത്. നമുക്ക് കോടതികളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കോടതികളുടെ കിടപ്പ് എന്ന് നോക്കാം. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമുക്കറിയാം സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതിയുടെ താഴെ ഹൈക്കോർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്.
ഈ ഹൈക്കോടതി ഓരോ സ്റ്റേറ്റുകളുടെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വരുന്നുണ്ട്. അതിന്റെ താഴെ ഡിസ്ട്രിക്ട് കോടതികളുണ്ട്. ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് കോടതികളാണ്. ഓരോ കോടതിക്കും ഒരു ജഡ്ജ് ഉള്ളത് കൊണ്ടാണ് ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ്, അഡീഷണൽ സെഷൻ ജഡ്ജ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അസിസ്റ്റന്റ് സെഷൻ ജഡ്ജുകളുണ്ട്. ഇത് ജില്ലാ തലത്തിലുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ താഴെ ഈ പിന്നെ മെട്രോപൊളിറ്റൻ സംവിധാനം, അതായത് വലിയ വലിയ സിറ്റികൾക്ക് ഉള്ള ഒരു സംവിധാനമുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. എങ്കിലും ചില സ്റ്റേറ്റിലൊക്കെ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതിന്റെ താഴെ തന്നെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന്റെ താഴെ തന്നെ സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒക്കെ ഉണ്ട്. നമുക്കിതിൽ മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി, താഴെ ഹൈക്കോടതി, പിന്നെ ജില്ലാ ആൻഡ് സെഷൻ കോർട്സ്. അത്ര പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് സുപ്രീം കോടതിയാണ്. ആ സുപ്രീം കോടതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കുന്നത്. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ പവറും ഫങ്ഷനുകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഉള്ള ചില മാറ്റങ്ങൾ എന്ന് പറയാൻ കാരണം അധികാര പരിധിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ റെക്കോർഡിക്കലി നമ്മുടെ ഇന്ത്യയുടെ റെക്കോർഡിക്കലി ഉള്ള ചില കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതിന്റെ ചെറിയ മാറ്റങ്ങൾ ഇനി ഭാവിയിൽ വരുന്നതാണ്. പ്രധാനമായും സുപ്രീം കോടതിയുടെ അധികാര പദവി എത്ര എണ്ണാണ് എന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അധികാരം, അതായത് പിന്നെ ജൂറിസ്ഡിക്ഷൻ, എത്ര തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ സുപ്രീം കോടതിക്കുണ്ട്? 3 തരത്തിലുള്ളതാണ്. ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, മറ്റൊന്ന് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ, 3 അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഇത് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് അധികാര പരിധി എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങളിലാണ്. ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ട് എത്ര ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന ഒരു ചോദ്യം. അതിന് 3 എന്നാണ്. പല റെക്കോർഡിക്കലുള്ള രജിസ്റ്ററുകളിലും 4 എന്ന രീതിയിലുണ്ട്. അതിൽ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. ഇതിലെ ഒരെണ്ണം ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ 4 എണ്ണാണ് പല റെക്കോർഡുകളിലും പല ടെക്സ്റ്റ് ബുക്കുകളിലും ഒക്കെ ഉള്ളത്. ഈ 3 എണ്ണാണ് നമ്മൾ NIOSന്റെ സിലബസ് പ്രകാരം ഇനി പഠിക്കുമ്പോൾ 3 എന്ന രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോ ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. എന്താണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോ തനത് എന്നാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ തനത് എന്നർത്ഥം. തനത് അധികാരങ്ങൾ. ഈ സുപ്രീം കോടതിക്ക് സ്വന്തമായിട്ട് സ്ഥിരമായിട്ട് അതിന് തനതായിട്ടുള്ള കുറെ അധികാരങ്ങളുണ്ട്. പ്രധാനപ്പെട്ടതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തനതായിട്ടുള്ള അധികാരം എന്ന് പറഞ്ഞാൽ ഒന്ന്, കേസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. സംസ്ഥാനങ്ങൾക്കിടയിലും സെൻട്രൽ ഗവൺമെന്റിനിടയിലുള്ള കേസസുകൾ, അങ്ങനെ കേസുകൾ ഉണ്ടെങ്കിൽ അതിന് അധികാരം വരുന്നത് സുപ്രീം കോടതിക്കാണ്. സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള കേസുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ കേസുകളുടെ അധികാരമുള്ളത് ഈ സുപ്രീം കോടതിക്കാണ്. അത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമാണ്. ഇനി പോയിന്റുകൾ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കണം. ഇപ്പോൾ കേസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളൊരു ഒരു ലൈന് തന്നിട്ട് പാർട്ട് ഓഫ് ഡേഷ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഞാൻ ഒന്നുകൂടി പറയാം. കേസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഡാഷ് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഈ സുപ്രീം കോർട്ടിന്റെ ഏത് ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടാണ് ഈ കേസുകൾ വരുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേസസ് ബിറ്റ്വീൻ സംസ്ഥാനങ്ങളും സെൻട്രൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏത് ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ്. അത് പ്രധാനമായിട്ടും ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, തനതായിട്ടുള്ള അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് തന്നെ കേസസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ, പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അധികാരവും ആർക്ക് തന്നെയാണ്? ഈ സുപ്രീം കോടതിക്കാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. നമ്മുടെ കേരള സംസ്ഥാനവും അയൽപ്പക്കത്തുള്ള തമിഴ്നാട് സംസ്ഥാനവും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയമുണ്ട്. ഈ മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങളുടെയും വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾ തമ്മിലാണ് അവിടെ പ്രോബ്ലം ഉള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ അധികാരം പ്രധാനമായിട്ടുള്ളത് ആർക്കാണ്?
സുപ്രീം കോടതിക്കാണ്. ഈ വിഷയത്തിന്റെ അവസാന തീർപ്പ് കൽപ്പിക്കാവുന്നത് സുപ്രീം കോടതിയാണ്. അവിടെ നിന്നാണ് ഇതിന്റെ അവസാന തീരുമാനം ഉണ്ടാവേണ്ടത്. അപ്പോൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കേസസ് വന്നാലും അതിന്റെ അധികാരം വരുന്നത് സുപ്രീം കോടതിക്കാണ്. അത് സുപ്രീം കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, പ്രസിഡന്റുമായി സംബന്ധിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡന്റുമായോ വൈസ് പ്രസിഡന്റുമായിട്ട് അവരുടെ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ ആ തർക്കങ്ങൾക്കും തീരുമാനം നൽകുന്നത് അല്ലെങ്കിൽ അതിന്റെ കാര്യത്തിൽ ഇടപെടുന്നതും സുപ്രീം കോടതിയായിരിക്കും. മറ്റൊന്ന്, ഇന്ത്യയിലെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. അത് ഈ മൗലിക അവകാശങ്ങളുമായി സംബന്ധിക്കുന്ന ആർട്ടിക്കിളാണ്. ഇത് നടപ്പിൽ വരുത്താനോ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിൽ ഇടപെടാനുള്ള ഒരു അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അത് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 3 തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെ ഒന്നാണ് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന തനത് അധികാരം സുപ്രീം കോടതിയിൽ. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ റിലേറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫണ്ടമെന്റൽ റൈറ്റ്സ് 32 ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതില് റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഒരു സംവിധാനമുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്, പഴയ ചാപ്റ്ററുകളിൽ വന്ന കാര്യമാണ്. ഈ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന അധികാരം അത് ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതുമാണ്. അത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടുള്ളതുമാണ്. ഇനി രണ്ടാമത്തെ ഒരു ജൂറിസ്ഡിക്ഷനാണ് അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ അഥവാ അപ്പീൽ അധികാരം. അപ്പീൽ കൊടുക്കുക നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കേസുകൾ നടന്നു കഴിഞ്ഞാൽ ആ കേസിന് അപ്പീൽ കൊടുക്കുക എന്ന് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കുന്ന ഒരു വേർഡാണ്. അങ്ങനെ പ്രയോഗിക്കുന്ന ഈ അപ്പീലേറ്റ് അധികാരം എന്ന് പറയുന്നത് 3 തരത്തിലുള്ള അപ്പീലുകൾക്കുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്, ഭരണഘടനാപരമായിട്ടുള്ള കേസുകൾ, ഭരണഘടനാപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ വിരുദ്ധമായി, പൗരന് വിരുദ്ധമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രോബ്ലങ്ങളോ എന്തെങ്കിലും നിയമങ്ങളൊക്കെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാം. എവിടെ? സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ഇതാണ് ഭരണഘടനാപരമായിട്ടുള്ള ഒരു വിഷയം. വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ഭരണഘടന വ്യാഖ്യാനിക്കുക, ഭരണഘടനയിലുള്ള പല ആർട്ടിക്കിളുണ്ട്, അതിനെ പലതരത്തിലും മിസ്യൂസ് ചെയ്യുന്ന ഒരു സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകമായ അർത്ഥം കൊണ്ടുവന്നിട്ട് പല മിസ്യൂസ് ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാം? ഒരു അപ്പീൽ കൊടുക്കാം. അതിന് അധികാരമുണ്ട്. പിന്നെ സിവിൽ കേസസിലും അപ്പീൽ കൊടുക്കാൻ പറ്റാറുണ്ട്. സിവിൽ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കള്, പണം, കുടുംബം, അതുപോലെ തന്നെ ഉടമ്പടികള്, വിവാഹമായ സംഭവങ്ങള്, ഇങ്ങനെ വ്യാപാരമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ എന്താ പറയാ, ഹൈക്കോടതിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ മറ്റു കോടതിക്ക് മുമ്പാകെയോ ഒക്കെ പ്രശ്നങ്ങൾ വന്ന് അതിനെതിരെ വീണ്ടും അപ്പീൽ എവിടെ കൊടുക്കാം? സുപ്രീം കോടതിയിൽ കൊടുക്കാം. അപ്പൊ സിവിൽ സംബന്ധമായ, സാമ്പത്തികമായോ വ്യവഹാരമായോ പണസംബന്ധമായോ ഉടമ്പടികളുമായോ കുടുംബപരമായൊക്കെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വിഷയങ്ങൾക്ക് താഴെ പ്രത്യേകിച്ച് ഹൈക്കോടതിയിലേക്ക് ഒരു കേസ് ഒരു വിധി വന്ന് അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? സുപ്രീം കോടതിയിൽ പോകണം. അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് അപ്പീൽ കൊടുക്കാം. അതിനാണ് ഈ സിവിൽ കേസസ് എന്നിവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അപ്പൊ സിവിൽ കേസസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്, അതുപോലെ ക്രിമിനൽ കേസസ്, ഇതെല്ലാം തന്നെ അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ, അപ്പീൽ അധികാരത്തിന്റെ ഭാഗമായിട്ട്. ക്രിമിനൽ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഏതെങ്കിലും ക്രിമിനൽ തർക്കങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ കൊല്ലുകയോ ആക്രമിക്കുകയോ അല്ലെങ്കിൽ തീവെപ്പ് നടത്തുകയോ അല്ലെങ്കിൽ നശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക, ഒരാളുടെ സ്വത്ത് നശിപ്പിക്കുക, കൊല്ലുക, ആക്രമിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ക്രിമിനൽ കേസുകളാണ്. ഇങ്ങനെ ക്രിമിനൽ കേസുകളായിട്ട് അതിനെ
കീഴ്ക്കോടതി, ജില്ലാ കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഒക്കെ ശിക്ഷിച്ചു കഴിയുകയോ അല്ലെങ്കിൽ ശിക്ഷിക്കാതെ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ അപ്പീൽ പോകാം. അതൊരു തർക്കമാണ്, ക്രിമിനൽ പരത്തിലുള്ള തർക്കമാണ്. ഇങ്ങനെയുള്ള ഒരു സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് മുകളിലുള്ള സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. അതാണ് അപ്പീലിയേറ്റ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പല രീതിയിലുള്ള വിധികൾ, ഇപ്പൊ ട്രിബ്യൂണൽ കോടതി എന്നൊക്കെ പറഞ്ഞ കോടതിയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വിധികൾ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ നേരെ എവിടേക്ക് അപ്പീൽ കൊടുക്കാം, നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വരുന്നത് മിസ്ലേനിയസ് ഫങ്ഷൻസ് ആണ്. അതായത് പല രീതിയിലുള്ള ഫങ്ഷൻസും എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട 3 ജൂറിസ്ഡിക്ഷനിലെ മൂന്നാമത്തേതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ. ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉപദേശക അധികാരമാണ്. സുപ്രീം കോടതിക്ക് ഉപദേശിക്കുവാനുള്ള അധികാരമുണ്ട്. കാരണം എല്ലാ തരത്തിലുമുള്ള, ഇന്ത്യയിലെ എല്ലാ തരത്തിലുമുള്ള വിധി ന്യായങ്ങളുടെ ടോപ്പ് മോസ്റ്റ് നിൽക്കുന്ന അതോറിറ്റിയാണ് സുപ്രീം കോടതി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഭരണം നടത്തുന്ന പാർലമെന്ററി സംവിധാനങ്ങളിൽ അവിടെ നടത്തുന്ന എക്സിക്യൂട്ടീവുകളോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവര് കൊണ്ടുവരുന്ന നിയമങ്ങൾക്ക്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉപദേശം കൊടുക്കാൻ പറ്റും. ആർക്ക്? ഈ സുപ്രീം കോടതിക്ക്. ഉദാഹരണം പറയാണ്, ഭരണഘടനാപരമായിട്ട് എന്തെങ്കിലും ഒരു തർക്കങ്ങളോ വിഷയങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചർച്ചകളോ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടാനുള്ള അവകാശവും അതിൽ ഭരണകർത്താക്കളോടോ അല്ലെങ്കിൽ ഗവൺമെന്റിനോടോ പാർലമെന്റിനോടോ പല രീതിയിലുള്ള ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ അവകാശമുണ്ട്. തിരിച്ചും ഒരു സംവിധാനമുണ്ട്, ഉപദേശം തേടാം. സുപ്രീം കോടതിയിൽ നിന്ന് ഉപദേശം തേടുന്ന ഒരു സിസ്റ്റമുണ്ട്. ചില കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് പാർലമെന്റിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഭരണഘടനാ വിഭാഗത്തിൽ നിന്നൊക്കെ ചില ആർട്ടിക്കിൾ പ്രകാരമോ അല്ലെങ്കിൽ ചില നിയമപ്രകാരമോ ഉള്ള ഉപദേശം, നിയമോപദേശം തേടും. എവിടുന്ന്? സുപ്രീം കോടതിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉപദേശം കൊടുക്കാം, അല്ലെങ്കിൽ സ്വമേധയാ അഡ്വൈസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളും അധികാരവും ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ ആണ് സുപ്രീം കോടതിക്കുള്ളത്. ഒന്ന്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. നേരത്തെ പറഞ്ഞു, സംസ്ഥാനങ്ങൾ അതുപോലെ കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സംസ്ഥാനങ്ങൾ പരസ്പരമുള്ള പ്രശ്നങ്ങൾ, ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ നേരിട്ട് ഇടപെടാനുള്ള ഒരു സംവിധാനമാണ് ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് പറഞ്ഞത് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പീല് കൊടുക്കാനുള്ള സംവിധാനം. നമ്മൾ താഴെ കോടതിയിലുള്ള ക്രിമിനൽ തരത്തിലോ അല്ലെങ്കിൽ സിവിൽ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, അപ്പീല് കൊടുക്കാനുള്ള സംവിധാനം. മൂന്നാമത്തത് അഡ്വൈസറി ആണ്. അഡ്വൈസറി എന്നുള്ള ആ വേർഡിൽ തന്നെ നമുക്ക് കിട്ടും ഉപദേശം കൊടുക്കാനുള്ള അധികാരം. ആരെയാണ് ഉപദേശിക്കുക? പാർലമെന്റിനെ, ഭരണഘടനാ സംവിധാനങ്ങളെ, ഭരണകർത്താക്കളെ ഒക്കെ ഉപദേശിക്കാം. അത് ഉപദേശം തേടുകയും ചെയ്യാം, അല്ലെങ്കിൽ സ്വമേധയാ അങ്ങോട്ട് ഉപദേശം കൊടുക്കുകയും ചെയ്യാം. ഇനി ഈ സുപ്രീം കോടതിയിലുള്ള മറ്റു ചില ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതായ സുപ്രീം കോടതിയുമായി സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില ടേംസുകളൊക്കെയാണ് കൊടുക്കുന്നത്. സുപ്രീം കോർട്ട് ആസ് എ കോർട്ട് ഓഫ് റെക്കോർഡ്സ്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, വാട്ട് ഈസ് മീൻ ബൈ കോർട്ട് ഓഫ് റെക്കോർഡ്സ്. ഈ കോർട്ട് ഓഫ് റെക്കോർഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയി പരിഗണിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ പല രീതിയിലും ഈ വേർഡ് കാണാൻ പറ്റും. കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിൽ അല്ലെങ്കിൽ മറ്റു കോടതികളിലൊക്കെ വിധിക്കുന്ന വിധികൾ അവിടെ പകർപ്പ് സൂക്ഷിക്കും. അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നാൽ അത് അവിടെ സൂക്ഷിക്കപ്പെടും. എക്കാലവും അത് എടുത്തു വെക്കും. അതൊരു നിയമമായി മാറുകയാണ്. ഏത് കാലത്തും അതുപോലത്തെ മറ്റൊരു തർക്കമോ മറ്റൊരു കേസോ വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലെ മുൻ വിധി എടുത്തിട്ട് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്ത് വരാറുണ്ട്,
വിധി പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം, റെക്കോർഡ്സ് ആയി സൂക്ഷിക്കുന്ന ഒരു സംവിധാനം, അതുകൊണ്ടാണ് ഈ കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്ന വേർഡ് എന്ത് ചെയ്യുന്നത് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന്, ആസ് എ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഗാർഡിയൻ ആണ് ആര്? സുപ്രീം കോടതി. അത് അങ്ങനെ പറയാൻ എന്താണ് കാരണം? ഭരണഘടനാപരമായി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഭരണഘടനയിലുള്ള ആർട്ടിക്കിൾ സംബന്ധമായി ഏത് വിധേനയും ഏത് തരത്തിലുമുള്ള ഇടപെടലുകൾ നടത്തുവാനുള്ള സംവിധാനം, പവർ ആർക്കുണ്ട്? ഈ സുപ്രീം കോടതിക്കുണ്ട്. അതുപോലെ തന്നെ ഈ ഭരണഘടനാപരമായി ഒരു പൗരന് ലഭിക്കേണ്ടതായിട്ടുള്ള മൗലിക അവകാശങ്ങളും മറ്റൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള പവറും ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ ഒരു ഗാർഡിയനായിട്ട് പിന്നെ സുപ്രീം കോടതിയെ പരിഗണിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് PIL. ഇത് ഏറ്റവും ചുരുങ്ങിയത് കഴിഞ്ഞ ഒരു 15 വർഷത്തെ എക്സാമിന്റെ ഇടയിൽ 10 തവണയെങ്കിലും ചോദിച്ച ഒരു വേർഡാണ് PIL അഥവാ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ്. ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ PIL എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലും അതിന്റെ കണ്ടന്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കുക. പൊതു താല്പര്യ ഹർജി എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള മീനിങ്. അഥവാ ഈ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് സമൂഹത്തിലെ സാധാരണക്കാരനായ ദരിദ്രരായ അല്ലെങ്കിൽ ഒരു കേസിനും മറ്റും പോകുവാൻ കഴിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അഥവാ ഒരു വ്യക്തിക്ക് ഒരു വിഷയം, ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നേരിടുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ നേരിടുന്ന ക്രിമിനൽ പരമായോ അല്ലെങ്കിൽ സോഷ്യൽ പരമായോ സിവിൽ പരമായോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അതിന് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു താല്പര്യമുള്ള വ്യക്തിക്കോ സംഘടനക്കോ ഹർജി നൽകാൻ പറ്റും. ആ ഹർജി പ്രകാരം കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ വ്യക്തിക്ക് കിട്ടേണ്ടതായ അവകാശം നേടിക്കൊടുക്കുവാനും മറ്റുള്ളവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതാണ് ഈ പൊതു താല്പര്യ ഹർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ ദരിദ്രനായ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടനാപരമായി കിട്ടേണ്ടിയിരുന്ന എന്തെങ്കിലും ഒരു കാര്യം തടഞ്ഞു വെക്കപ്പെട്ട് ആ തടഞ്ഞു വെക്കപ്പെട്ടതിനെ ചോദ്യം ചെയ്യുവാനോ കേസിന് പോകുവാനോ ശാരീരികമായോ സാമ്പത്തികമായോ കഴിയാത്ത ഒരവസ്ഥ വന്നാൽ ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിക്ക് ഇയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഹർജി ഫയൽ ചെയ്യാം. ഇങ്ങനെ ഹർജി ഫയൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ട അവകാശങ്ങളെ പുനഃസ്ഥാപിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട നീതി നേടിക്കൊടുക്കുവാനോ ഉള്ള സംവിധാനം ഉണ്ട്. അത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമായിട്ടും നിലകൊള്ളുന്നത്. അപ്പൊ കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേംസ് ആണ് ഇത്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസ് അഥവാ PIL. ഓക്കെ, ദെൻ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന. ഇതും സുപ്രീം കോടതിയുടെ ഒരു പ്രത്യേക പവറാണ്. അഥവാ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നടപ്പിലാക്കുന്ന ഒരു നിയമം, ഈ നിയമങ്ങൾ ഭരണഘടനക്ക് ഓപ്പോസിറ്റ് ആണ്, തെറ്റാണ്, വിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കുന്ന പക്ഷം, കോടതിക്ക് അത് മനസ്സിലാക്കുന്ന പക്ഷം ആ വിധിയെ അല്ലെങ്കിൽ ആ നിയമത്തെ സ്റ്റേ ചെയ്യുവാനോ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുവാനോ ഒക്കെയുള്ള അധികാരമുണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായും പാർലമെന്റ് പാസ്സാക്കുന്നതോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകൾ നടപ്പിലാക്കുന്നതോ ആയ നിയമങ്ങളെ അല്ലെങ്കിൽ തീരുമാനങ്ങളെ പുനഃപരിശോധിക്കുവാനോ സ്റ്റേ ചെയ്യുവാനോ ഉള്ള ഒരു അധികാരമാണ്. അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് തോന്നിയാലാണ് അങ്ങനെയുള്ള ഒരു ജുഡീഷ്യൽ റിവ്യൂ സാധാരണയായിട്ട് കൊണ്ടുവരാറുള്ളത്. പിന്നെ മറ്റൊരു സംവിധാനമാണ് റിവ്യൂയിങ് ഓൺ ജഡ്ജ്മെന്റ്സ്. നിലവിൽ സുപ്രീം കോടതി പാസ്സാക്കിയ നിയമങ്ങൾ, നേരത്തെ പാസ്സാക്കിയ നിയമങ്ങളിൽ വീണ്ടും ഒരു പുനഃപരിശോധന നടത്തുവാനുള്ള സംവിധാനമുണ്ട്. ഒന്നുകൂടി റിവ്യൂ നടത്തുക. അതെന്തിനാ? ചില നിയമങ്ങള്, ചില വിധികള് ആ വിധി പ്രസ്താവിക്കുന്ന സമയത്ത്
തെറ്റുപറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം വിധി പ്രസ്താവന വരുന്നത് എല്ലായ്പ്പോഴും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ തെളിവ് ആര് നൽകുന്നോ അതിനനുകൂലമായിട്ടാകും എന്ത് വരിക, വിധികൾ വരിക. ആ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് ഈ രണ്ടു വിഭാഗങ്ങളിലെ വക്കീലന്മാർ അല്ലെങ്കിൽ ആ കേസ് നടത്തുന്ന ആളുകൾ എത്രത്തോളം കോടതിയെ സ്വാധീനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും വിധികൾ പുറത്തു വരിക. ഇങ്ങനെ വരുന്ന വിധികളിൽ പിഴവ് പറ്റാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സുപ്രീം കോടതി നൽകുന്ന ഈ ജഡ്ജ്മെന്റുകളെ റിവ്യൂ ചെയ്യുവാനുള്ള, പരിശോധിക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. അങ്ങനെ സുപ്രീം കോടതി പലപ്പോഴും അതെന്ത് ചെയ്യാറുണ്ട്, പുനഃപരിശോധന നടത്താറുണ്ട്. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട വേർഡാണ്. അപ്പോൾ ഈ കോടതിയുമായി സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വേർഡുകളാണ് കോർട്ട് ഓഫ് റെക്കോർഡ്, അതുപോലെ PIL ജുഡീഷ്യൽ റിവ്യൂ, അതുപോലെ റിവ്യൂയിങ് ഓൺ ജഡ്ജ്മെന്റ്. ഇതൊരു പ്രധാനപ്പെട്ട വേർഡുകളാണ്. ഇനി അടുത്തൊരു കുറച്ച് പോയിന്റുകൾ, കീ പോയിന്റുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒറ്റവാക്കിലുള്ള വേർഡുകൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ചില പോയിന്റുകളാണ്. ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അതായത് ഫെഡറൽ സംവിധാനമുള്ള ഏത് രാജ്യത്തിന്റെയും ഹയസ്റ്റ് ജുഡീഷ്യൽ അതോറിറ്റി സുപ്രീം കോടതി ആയിരിക്കും. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്, ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും ഒക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ജഡ്ജിമാർക്ക് വിരമിക്കാൻ റിട്ടയർമെന്റ് ഏജ് എന്ന് പറയുന്നത് 65 ആണ്. ഇതൊരു ഷോർട്ട് ആൻസർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. സുപ്രീം കോടതിയിൽ 65 ആണ്, ഹൈക്കോടതിയിൽ 62 ആണ്. അതുകൊണ്ടാണ് ഇതൊരു പോയിന്റ് ആയിട്ട് കീവേഡ് ആയിട്ട് പറയുന്നത്. ഇന്ത്യൻ സുപ്രീം കോർട്ട് വരുന്നത് ഡൽഹിയിലാണ്. ഇനി ഒരു സുപ്രീം കോടതി ജഡ്ജ് ആവാനുള്ള ചില എന്താ പറയാ പിന്നെ നിയമങ്ങളുണ്ട്, ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ആ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 10 വർഷത്തോളം ഏതെങ്കിലും ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റു 2-3 ഹൈക്കോടതിയിലോ വക്കീലായിട്ട് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ 5 വർഷത്തോളം ജഡ്ജായിട്ട് വർക്ക് ചെയ്യണം, ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു മികച്ച ന്യായാധിപനാണ് എന്ന് പ്രസിഡന്റിന് അഭിപ്രായം വേണം. അതുപോലെ തന്നെ എന്താ പറയാ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ. മറ്റൊന്ന് 65 വയസ്സ് വരെയാണ് ഇവർക്ക് തുടരാനുള്ള അവകാശം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഇതാണ് ഈ ഒരു സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ. ഇനി ഇത് ഇത്രയും മനസ്സിലായോ? മനസ്സിലാവാത്തവരുണ്ട് ചോദിക്കാട്ടോ. ഇതിൽ എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടെങ്കിൽ. ഓക്കെ ആണ് സർ. ഓക്കെ ആണ് അല്ലെ? ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ. ഇനി ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഈ ചാപ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ വളരെ കുറഞ്ഞ പോയിന്റുകളുള്ളൂ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചാപ്റ്റർ വരുന്നത് ഹൈക്കോടതിയെ കുറിച്ചിട്ടുള്ളതാണ്. ഹൈക്കോടതികളും അതുപോലെ തന്നെ ജില്ലാ കോടതികളും അതേപോലെ മറ്റു കോടതികളെ കുറിച്ചിട്ടുമാണ് വരുന്നത്. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ്, വളരെ കുറഞ്ഞ പോയിന്റ്സ് ആണ് അതിൽ നമുക്ക് നോക്കാനുള്ളൂ. ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. ഹൈക്കോടതിയും 15 അല്ലേ സാറേ ചാപ്റ്റർ? ചാപ്റ്റർ 15 ഹൈക്കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്സ്. ഹൈക്കോടതിയും മറ്റു സബോർഡിനേറ്റ് കോടതികളും. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഹൈക്കോർട്ട് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ടോട്ടൽ ഹൈക്കോർട്സുകൾ 25 ആണ്. നമ്മുടെ ബുക്സിലൊക്കെ അല്ലെങ്കിൽ പഴയ സ്കൂൾ ബുക്കിലും നമ്മുടെ NUS പോലത്തെ ബുക്കുകളിലൊക്കെ നിലവിലുള്ളത് 21 എന്നായിരിക്കും. ആക്ച്വലി ഇപ്പൊ 25 ഹൈക്കോടതികൾ ഇന്ത്യയിലുണ്ട്. ഹൈക്കോടതികൾ പലപ്പോഴും ഉണ്ടാക്കുന്നത് ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ 2-3 സംസ്ഥാനത്തിനോ ഒന്നിച്ചാണ് ഹൈക്കോടതി ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി എറണാകുളത്താണ്. കേരള ഹൈക്കോടതി കേരള ഗവൺമെന്റിനും കേരള സംസ്ഥാനത്തിനും
ലക്ഷദ്വീപിനും കൂടിയുള്ളതാണ്. ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇതിനെല്ലാം കൂടിയിട്ടാണ് 25 ഹൈക്കോടതികൾ ഉള്ളത്. അതില് ഒട്ടുമിക്ക കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഏതെങ്കിലും സ്റ്റേറ്റിലെ ഹൈക്കോടതിയുമായി കണക്ട് ആയിട്ടാണുള്ളത്. ആ കൂട്ടത്തിൽ ഡൽഹിക്ക് സ്വന്തമായ, ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, അതിന് സ്വന്തമായി ഹൈക്കോടതിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജമ്മു കാശ്മീരിനും ലഡാക്കിനുമായിട്ട്, അതും കേന്ദ്രഭരണ പ്രദേശമാണ്, അതിനും എന്തുണ്ട്, സ്വന്തമായ ഹൈക്കോർട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും മുൻകാലങ്ങളിൽ പുസ്തകത്തിൽ ചോദ്യം വരാറുണ്ടായിരുന്നു, ഒരു സംസ്ഥാനം അല്ലാതിരുന്നിട്ടും ഹൈക്കോടതിയുള്ള ഒരു പ്രദേശം ഏത്? ഡൽഹി എന്നാണ് അതിന് ആൻസർ പറയാറ്. പക്ഷെ ഇപ്പൊ ഡൽഹി മാത്രമല്ല, ജമ്മു കാശ്മീരിനും ലഡാക്കിനൊക്കെ ആ പദവിയുണ്ട്. ബാക്കിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഹൈക്കോടതിയുമായി കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ടോട്ടൽ ഹൈക്കോർട്ട്സ് 25 ആണ്. ഈ ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, അപ്പോയിന്റ്മെന്റ് ഓഫ് ജഡ്ജസ്, ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് തന്നെയാണ്. നമ്മുടെ സുപ്രീം കോടതിയിലത്തെ അതേപോലെ തന്നെയാണ്, പ്രസിഡന്റ് ആണ് ഇവിടെയും നിയമനം നടത്തുന്നത്. ഈ ഹൈക്കോടതിയിലെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായി ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുക, ഇന്ത്യൻ പൗരനായിരിക്കണം. 10 years എക്സ്പീരിയൻസ് ആസ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്. ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് ആയി 10 വർഷം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതല്ലെങ്കിൽ ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിട്ടെങ്കിലും 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നല്ല ന്യായാധിപനാണെന്ന് തോന്നുന്ന പക്ഷം പ്രസിഡന്റിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാം? ജഡ്ജായിട്ട് നിയമിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ജഡ്ജായി നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. അതിനു വേണ്ട യോഗ്യതകളാണ് പറയുന്നത്. അതുപോലെ തന്നെ റിട്ടയർമെന്റ്, ഏജ് ഓഫ് റിട്ടയർമെന്റ് പറയുന്നത് 62 വയസ്സാണ്. 62 വയസ്സ് ആയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ചെയ്യണം. ഇപ്പോ ഹൈക്കോടതിയിൽ 62 വയസ്സിന് ശേഷം റിട്ടയർമെന്റ് ആയ ഒരു വ്യക്തിക്ക് അദ്ദേഹം ഏത് ഹൈക്കോടതിയിലാണോ ജഡ്ജായി ഇരുന്നതെങ്കിൽ അതല്ലാത്ത മറ്റു ഹൈക്കോടതിയിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പിന്നെയും പ്രാക്ടീസ് ചെയ്യാം. സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ മറ്റു ഹൈക്കോടതിയിലൊക്കെ അഡ്വക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇനി നേരത്തെ നമ്മൾ സുപ്രീം കോടതിയുടെ പവേഴ്സിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് 2 തരത്തിലുള്ള അധികാര പരിധിയാണ് നമ്മൾ 3 തരത്തിലുള്ളതാണ് പറഞ്ഞത്. അതേസമയം നമ്മുടെ ഹൈക്കോടതിക്ക് 2 തരത്തിലുള്ള ജൂറിസ്ഡിക്ഷനാണുള്ളത്. ഹൈക്കോടതിക്ക് ഒന്ന് ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും രണ്ടാമത്തത് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷനാണുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും വരുന്ന സുപ്രീം കോടതിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹൈക്കോടതിയിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഹൈക്കോടതിയിലെ ഈ ജൂറിസ്ഡിക്ഷൻ വരുന്ന സമയത്ത് അതില് ക്രിമിനൽ അതുപോലെ തന്നെ സിവിൽ, ഈ 2 എണ്ണവും ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതില് ക്രിമിനൽ നിയമസംഹിതയും അതുപോലെ സിവിൽ നിയമസംഹിതയും ഒക്കെ അധികാര പരിധിയുള്ളത് ഈ ഹൈക്കോടതിയിലുണ്ട്. ഹൈക്കോടതിയുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായിട്ട് വരുന്നുള്ളതാണ്. ഇങ്ങനെ നിയമങ്ങൾ, ഈ ക്രിമിനൽ പരമായിട്ടോ സിവിൽ പരമായിട്ടോ നിയമങ്ങൾ പുറപ്പെടുവിക്കുവാനും വിധി പറയുവാനൊക്കെയുള്ള പ്രത്യേകിച്ച് കമ്പനി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വൈവാഹിക പ്രശ്നങ്ങൾ, അതുപോലെ വിൽപത്രങ്ങളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അതുമായി സംബന്ധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനൊക്കെ വിധി പുറപ്പെടുവിക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ പേരിൽ നേരത്തെ നമ്മൾ റിട്ട് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുള്ളതുപോലെ തന്നെ സംസ്ഥാനത്തുള്ള ഹൈക്കോടതിക്കും അങ്ങനെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെയാണ് ഈ ഒറിജിനൽ ജൂറിസ്ഡിക്ഷന്റെ ഭാഗമായി വരുന്നത്. ഇതേ കാര്യങ്ങളിൽ അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷനും ഉണ്ട്. അതായത് ജില്ലാ കോടതികളിലൊക്കെ വിധിക്കുന്ന വിധികൾക്കെതിരെ, അത് ഈ നമ്മളെ സിവിൽ പരമായിട്ടോ ക്രിമിനൽ പരമായിട്ടൊക്കെ വിധി വന്നു കഴിഞ്ഞാൽ
അപ്പീൽ കൊടുക്കാനുള്ള സംവിധാനം. അങ്ങനെയുള്ള അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട്. ഇപ്പൊ നമ്മുടെ ഹൈക്കോടതിയുടെ താഴെയാണല്ലോ ജില്ലാ കോടതികളും സെഷൻസ് കോടതികളൊക്കെ ഉള്ളത്. ഈ ഉള്ള സെഷൻസ് കോടതികളിലോ അല്ലെങ്കിൽ ജില്ലാ കോടതിയിലോ സിവിൽ പരമായിട്ടോ ക്രിമിനൽ പരമായിട്ടോ ഒക്കെ വിധികൾ വന്നു കഴിഞ്ഞാൽ ആ അപ്പീല് സ്വീകരിക്കുവാനുള്ള അല്ലെങ്കിൽ അതിൽ വിധി പറയുവാനുള്ള പവർ ഈ ഹൈക്കോർട്ടുകൾക്കുണ്ട്. അത്രയാണ് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകളുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ടത് ചെറിയ കുറച്ച് കാര്യങ്ങൾ കൂടി സബോർഡിനേറ്റ് കോടതികളെ കുറിച്ചിട്ടാണ്. സബോർഡിനേറ്റ് കോടതികൾ എന്ന് പറഞ്ഞാൽ ജില്ലാ തരത്തിലുള്ള കോടതികളും ഉപജില്ലാ തരത്തിലുള്ള കോടതികളൊക്കെ ഉണ്ട്. ഒരു ജില്ലക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ അല്ലെങ്കിൽ അതില് സിവിൽ പരമായോ ക്രിമിനൽ പരമായോ റവന്യൂ പരമായോ 3 തരത്തിലുള്ള സംവിധാനമുള്ളത്. സിവിൽ പരമായിട്ട്, ക്രിമിനൽ പരമായിട്ട്, റവന്യൂ പരമായിട്ടുള്ള കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുവാനുള്ള, വിധി പ്രസ്താവിക്കുവാനുള്ള അധികാരം ഡിസ്ട്രിക്ട് കോടതികൾക്കുണ്ട് അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോടതികൾക്കുണ്ട്. ഈ കോടതികൾ പ്രസ്താവിക്കുന്ന വിധികൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ. കാരണം ഹൈക്കോടതിക്ക് അപ്പീൽ അധികാരം ഉണ്ടല്ലോ. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു സിവിൽ ക്രിമിനൽ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അധികാരം വീണ്ടും അപ്പീൽ അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിവിൽ പരമായും ക്രിമിനൽ പരമായും റവന്യൂ പറഞ്ഞാല് നമ്മളെ നികുതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വിധി പ്രസ്താവിക്കുവാനുള്ള സംവിധാനം ഡിസ്ട്രിക്ട് കോടതികൾക്കുണ്ട്. ഇനി ഈ സിവിൽ കോടതിയുടെ ഒരു സംവിധാനം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നുമല്ല. സിവിൽ കോർട്ടിന്റെ താഴെ വരുന്നത് എന്ത്? ഡിസ്ട്രിക്ട് ജഡ്ജ് കോർട്ട്. ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ കോർട്ട് ഇതിന്റെ താഴെയാണ് വരുന്നത്. അതിന് താഴെ സബോർഡിനേറ്റ് ജഡ്ജ് കോർട്ട് ഉണ്ട്, മുൻസിഫ് കോടതികളുണ്ട്, പിന്നെ അദാലത്ത്, സ്മാൾ കോർട്ട് അല്ലെങ്കിൽ അദാലത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഈ സിവിലുമായി സംബന്ധിക്കുന്ന ഏരിയയാണ്. ഇനി ക്രിമിനൽ കോർട്ടുമായി സംബന്ധിക്കുന്ന സെഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് സെഷൻ കോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കോർട്ടുണ്ട്, പിന്നെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടുണ്ട്. ഇങ്ങനെ വിഭജിച്ച് പോകുന്നതാണ്. എല്ലായിടത്തും ഇതെല്ലാം കാണണമെന്നില്ല, എങ്കിലും ഇതാണ് ഇതിന്റെ ഒരു രൂപം. ഇനി റവന്യൂ തലത്തിലുള്ള കാര്യങ്ങള് നമ്മൾ ഭാഗിച്ചു പോകുന്ന സമയത്ത്, താഴേക്ക് പോകുന്ന സമയത്ത് അതിനൊരു ബോർഡ് ഓഫ് റവന്യൂ ഉണ്ട്. അതുപോലെ തന്നെ കളക്ടറോ കമ്മീഷണറോ ഒക്കെ ഇതിൽ ഇടപെടാം. അതുപോലെ അതിന്റെ ഏറ്റവും താഴെയുള്ളതാണ് തഹസിൽദാർ, റവന്യൂമായി സംബന്ധിക്കുന്ന. അപ്പൊ നമ്മൾ അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള പോയിന്റുകളല്ല. മനസ്സിലാക്കുക, ജില്ലാ തരത്തിലുള്ള ഈ കോടതികളുണ്ട്, കീഴ്ക്കോടതികൾ, സബോർഡിനേറ്റ് കോർട്സ് എന്നുള്ള ഒരു ടോപ്പിക്കുമായി സംബന്ധിക്കുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ എഴുതി കൊടുക്കാനുള്ള ചില പോയിന്റുകളാണ് പ്രധാനമായും ഇവിടെ പറയുന്നത്. സിവിൽ തരത്തിലും സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും അതുപോലെ തന്നെ റവന്യൂ കോടതികളും അടങ്ങുന്നതാണ് സബോർഡിനേറ്റ് കോടതികൾ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോടതികൾ എന്നാണ് ആകെയുള്ള പോയിന്റ്. ഈ റവന്യൂ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യും, ക്രിമിനൽ പരമായിട്ടുള്ളതൊക്കെ ഇവിടെ നോക്കും, സിവിലുമായി സംബന്ധിക്കുന്നത് ഇവിടെ നോക്കും. ഇതെല്ലാം കൂടി നോക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ടുകളും ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക. ഇത് ഇന്ത്യയിൽ മുഴുവൻ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മുഴുവൻ ഈ കോടതികളുടെ സിസ്റ്റം ഇതേ മാതൃകയിലാണ് ഉള്ളത്. ഇപ്പോൾ സബോർഡിനേറ്റ് കോടതികൾ ഇന്ത്യ മുഴുവൻ ഉള്ളത് തീർപ്പ് കൽപ്പിക്കുന്നതൊക്കെ ഇതേ രീതിയിലുള്ള സംവിധാനങ്ങളിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ സാധാരണ സിവിൽ വിഷയങ്ങൾ ഉദാഹരണം പറയാം, ഇവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. നമ്മളെ സ്ഥലമായി സംബന്ധിക്കുന്ന, കുടുംബപരമായി സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തുമായി സംബന്ധിക്കുന്ന വിഷയങ്ങള്, അതുപോലെ തന്നെ കുടുംബ തർക്കങ്ങള്, വിവാഹമോചന കേസുകള്, ഇതൊക്കെ ഈ സിവിൽ സംബന്ധമായ കാര്യങ്ങളാണ്. സിവിൽ കോടതിയിലാണ് അതൊക്കെ തീർപ്പ് കൽപ്പിക്കുക. നമ്മൾ വല്ല കരാറുകൾ ഉണ്ടെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട്, പിന്നെ ഭൂമി കൊടുത്തതുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഈ സിവിലുമായി ബന്ധിക്കുന്നത്. പിന്നെ ക്രിമിനൽ എന്ന് പറയുന്നത് നമുക്കറിയാം, ശാരീരികമായ പീഡനങ്ങളോ കൊലപാതകങ്ങളോ തീവെപ്പ് കൊള്ളവെക്കല് മോഷണം, ഇതൊക്കെ ക്രിമിനലുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. റവന്യൂ എന്നുള്ളത് പിന്നെ നമ്മുടെ നികുതിയുമായി ബന്ധപ്പെട്ട, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട, എല്ലാ സാമ്പത്തികമല്ല, അടയ്ക്കേണ്ടതായ നികുതിയുമായി, അതുപോലെ തന്നെ ഗവൺമെന്റിന് നൽകേണ്ടതായ പിന്നെ ആ ഒരു ഫണ്ടുമായി സംബന്ധിക്കുന്ന കോർട്ടാണ് റവന്യൂ കോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ
പ്രധാനമായിട്ടുള്ള ആളുകളാണ് ബോർഡ് ഓഫ് റവന്യൂ, കമ്മീഷണർ, കലക്ടർ, തഹസിൽദാർ ഒക്കെ ഇതിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് സബോർഡിനേറ്റ് കോടതികളുമായിട്ടുള്ള പോയിന്റുകൾ. അപ്പോൾ ഓർക്കുക, രാജ്യത്തിന്റെ പരമോന്നത നീതി വകുപ്പ് എന്ന് പറയുന്ന സുപ്രീം കോടതി ആണെങ്കിലും സംസ്ഥാന തലങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് ആ സംസ്ഥാനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഹൈക്കോടതികളുള്ളത്. ഈ ഹൈക്കോടതികൾക്ക് താഴെയാണ് ജില്ലാ കോടതികളും ജില്ലാ കോടതികളുമായി സംബന്ധിക്കുന്ന പല രീതിയിലുള്ള സെഷൻസ് കോടതികളും നിലവിലുള്ളത്. ഇതാണ് ഇന്ത്യയിലെ ഒരു കോടതി സംവിധാനത്തെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്. വലിയൊരു എസ്സി ഒക്കെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൈക്കോർട്ട് വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഹൈക്കോർട്ട്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് സബോർഡിനേറ്റ് കോർട്ട്സ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് സുപ്രീം കോർട്ട്. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ജൂറിസ്ഡിക്ഷൻ ആണ് പ്രധാനമായിട്ട് എഴുതേണ്ടത്. ഈ സബോർഡിനേറ്റ് കോർട്ടുകളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ 3 തരത്തിലുള്ള അധികാരങ്ങളെ, ഈ പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഇത്ര എലാബറേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ ഒരു പാഠവുമായി സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ.